കർക്കിടക മാസത്തിൽ വരെ കടുത്ത ചൂടും ചിങ്ങമാസത്തിൽ പെരുമഴയും അങ്ങനെയൊക്കെയല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത് പണ്ട് കാലത്തിൽ ചൊല്ലുണ്ട്, എരണം കെട്ടാൻ നാട് ഭരിച്ചാൽ നാട് മുടിയില്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് മര്യാദയ്ക്ക് ഒരു ക്രിസ്മസ് ആഘോഷിച്ചോ, ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്, ഭരിക്കുന്നവൻ കുഴപ്പക്കാരനാണെങ്കിൽ നാട് കുഴപ്പത്തിലാവും. ഈ അടുത്ത കാലത്ത് ഒരു പുതിയ രോഗം വന്നു, നിപ. കോവിഡ് ലോകം മുഴുവൻ ഉണ്ടായതാണെന്ന് വിചാരിക്കുക. ഈ നിപ കേരളത്തിൽ മാത്രമാണ് ഉണ്ടായത്, പ്രത്യേകിച്ച് മലബാർ ഭാഗം. അതിനെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുള്ളത് വവ്വാലാണ് അത്ര ഇത് പരത്തുന്നത്, നിപ എന്നുള്ള രോഗം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ കേരളത്തിൽ? എന്താ ഇപ്പം മാത്രം ഈ രോഗം പരത്താൻ? അതാ പറഞ്ഞത്, ഭരിക്കുന്നവൻ ചുവല്ലെങ്കിൽ ഇതങ്ങനെ പല അനർത്ഥങ്ങളും നാട്ടിൽ സംഭവിക്കും. കെ മുരളീധരൻ അന്ന് പറഞ്ഞത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജയും പ്രതികരിച്ചു. നിപ്പ റാണി എന്ന് വിളിച്ച് തന്നെ പ്രതിപക്ഷത്തുള്ളവർ അപമാനിച്ചു. തങ്ങൾ അങ്ങനെ പറയില്ലെന്നും കെ ശൈലജ പറഞ്ഞു. കെ ആന്റണി ഉമ്മൻചാണ്ടിയും കർണാടക മുഖ്യമന്ത്രിയായിട്ട് ഈ ഒരു രോഗം ഉണ്ടായിട്ടില്ല, എണ്ണം കെട്ടവർ നാട് ഭരിക്കുമ്പോൾ ഈ ഒരു രോഗം വന്നു. അതെ, അത് നിങ്ങൾ മീഡിയ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുന്നത് നല്ലത്. ഞാനതൊന്നും ഇപ്പോൾ ഓർമ്മിച്ചിട്ടില്ല. കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാനേതായാലും അതുപോലെ പറയാൻ തയ്യാറാവുന്നില്ല. ഭരണമൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധികൾ വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പകർച്ചവ്യാധികളെ നേരിടാൻ ഇടപെടേണ്ടത് ഭരണക്കാരാണ്. അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മളെ ജനം കുറ്റപ്പെടുത്തും. അന്ന് നമ്മൾ നിപ്പ വൈറസിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഇടപെട്ട രീതി ലോകം മുഴുവൻ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഒരുപാട് കളിയാക്കി, നിപ്പ റാണി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു. പക്ഷെ ഞാനതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം അന്ന് നല്ലൊരു ടീം വർക്ക് ഉണ്ടാക്കാനും അന്ന് നമ്മളുണ്ടാക്കിയ പ്രോട്ടോകോൾ, അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതൊക്കെയാണ് ഇന്നും നമ്മൾ ആശ്രയിക്കുന്നത്. അത് അറിവുള്ള എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ശരിതെറ്റുകൾ കാലം തെളിയിക്കട്ടെ എന്നായിരുന്നു കെ മുരളീധരന്റെ മുൻ പരാമർശത്തിൽ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം.